നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള വിഷൻ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റ് NH അൻവറിന്റെ സ്മരണയിൽ കേബിൾ ദിനമായും പതാക ദിനമായും ആചരിച്ചു. COA ആസ്ഥാനത്തും ജില്ലാ കേന്ദ്രങ്ങളിലുമായി പതാക ഉയർത്തലും അനുസ്മരണ പ്രഭാഷണങ്ങളും നടന്നു. കേരള വിഷൻ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റായിരുന്ന NH അൻവറിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്തു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ MV നികേഷ് കുമാറിന് നൽകി. കുമ്പളയിൽ ട്രാഫിക് തീരുമാനങ്ങൾ നടപ്പിലാവുന്നില്ലെന്നാരോപിച്ച് വ്യാപാരികൾ പ്രക്ഷോഭത്തിലേക്ക്. പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമര പരിപാടികളാണ് യൂത്ത് വിംഗ് ആലോചിക്കുന്നത്. ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പാചക വില വർധനവിനെതിരെ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ധർണ നടത്തി. ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത സമരപരിപാടിയുടെ ഭാഗമായാണ് ധർണ സംഘടിപ്പിച്ചത്. മഞ്ചേശ്വരത്ത് തീത്തുപ്പും കാർ കേസെടുത്ത പോലീസ്. ഉപ്പളയിൽ ഹോണ്ട കാറിൽ നിന്നുമാണ് അപകടകരമാം വിധം പുറത്തേക്ക് തീയും പുകയും ഉയർന്ന നിലയിൽ ഓടിച്ചതെന്നാണ് കണ്ടെത്തൽ. ദേശീയപാതയിലെ കാലിക്കടവ് ആണൂരിൽ സ്കൂട്ടറിൽ വാഹനമിടിച്ച് റിട്ടയർഡ് പഞ്ചായത്ത് ജീവനക്കാരൻ മരിച്ചു. ഇടിച്ച വാഹനം കണ്ടെത്താൻ പയ്യന്നൂർ പോലീസ് നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചു വരികയാണ്. അന്തർ സംസ്ഥാന വനിതാ ഫുട്ബോൾ ടൂർണമെന്റിന് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ തുടക്കമായി. തൃക്കരിപ്പൂർ ഡ്രീംസ് ഗേൾസ് ഫുട്ബോൾ അക്കാദമിയുടെ 4ാം വാർഷികത്തിന്റെ ഭാഗമായാണ് 5 ദിവസം നീളുന്ന ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. വാർത്തകൾ വിശദമായി. കേരള വിഷൻ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റ് NH അൻവറിന്റെ സ്മരണയിൽ കേബിൾ ദിനമായും പതാക ദിനമായും ആചരിച്ചു. COA ആസ്ഥാനത്തും ജില്ലാ കേന്ദ്രങ്ങളിലുമായി പതാക ഉയർത്തലും അനുസ്മരണ പ്രഭാഷണങ്ങളും നടന്നു. കേരള വിഷൻ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റായിരുന്ന NH അൻവറിന്റെ സ്മരണയ്ക്കായി NH അൻവർ ട്രസ്റ്റ് നൽകി വരുന്ന മാധ്യമ പുരസ്കാരങ്ങളാണ് കൊച്ചിയിൽ വിതരണം ചെയ്തത്. പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ പുതിയ ഉള്ളടക്കങ്ങൾ കൊണ്ട് നേരിടുന്നതാണ് മാധ്യമ പ്രവർത്തനമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രമുഖ മാധ്യമ പ്രവർത്തകൻ CL തോമസ് പറഞ്ഞു. നമ്മളൊരു പക്ഷേ ഒരു കാലത്ത് കോമാളിത്തരം എന്ന് വിളിച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് TV കണ്ടുകൊണ്ടിരിക്കുന്നു. ഏതായാലും മാധ്യമപ്രവർത്തനം അതാവാൻ ന്യായമൊന്നുമില്ല. പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെ പുതിയ കണ്ടന്റ് കൊണ്ട് എങ്ങനെ നേരിടണം എന്ന് കണ്ടെത്തുന്നിടത്താണ് മാധ്യമം ഈ രൂപത്തിലുണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. മാധ്യമങ്ങൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സാധ്യമാവാതെ മനുഷ്യകുലത്തിന് നിലനിൽക്കാൻ കഴിയില്ല. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ നടക്കും. പ്രശസ്ത എഴുത്തുകാരൻ പ്രൊഫസർ VS അനിൽകുമാർ NH അൻവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അൻവറുമായിട്ട് ഇടപഴകാൻ കഴിയുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ്, അത് ചില്ലറ കഴിവൊന്നുമല്ല. ചേർത്ത് പിടിക്കാൻ ഒരു പ്രത്യേക കഴിവ് വേണം. പുറത്തു പോ എന്ന് പറയാൻ വേറൊരു കഴിവാണ്. അതുകൊണ്ട് ചേർത്ത് പിടിക്കുന്ന ഈ കഴിവ് അൻവർ നിരന്തരമായി നിലനിർത്തുകയും കേരള വിഷൻ എന്ന പ്രസ്ഥാനം ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ സംരംഭങ്ങളിൽ ഒന്നായി തീരുകയും ചെയ്തു. മലയാളത്തിലെ തത്സമയ വാർത്താ മാധ്യമരംഗത്ത് വിപ്ലവകരമായ കുതിപ്പുകൾ സാധ്യമാക്കിയ MV നികേഷ് കുമാറിന് സമഗ്ര സംഭാവനയ്ക്കുള്ള ആജീവനാന്ത പുരസ്കാരം നൽകി. ഏറ്റവും പ്രാദേശികമായ ഒരു സംരംഭമാണ് COA എന്ന മഹാപ്രസ്ഥാനമായി വളർന്നു പന്തലിച്ചിട്ടുള്ളത്. NH അൻവറിനെ പോലുള്ള മഹാവിപ്ലവകാരികളായിട്ടുള്ള ആളുകൾ പടുത്തുയർത്തിയിട്ടുള്ള NH അൻവറിനോടൊപ്പം വേദിയിലും സദസ്സിലുള്ള നിരവധിയായിട്ടുള്ള നിങ്ങളെപ്പോലുള്ളവരുണ്ട്. അപ്പോൾ ഈ പ്രസ്ഥാനത്തിന് ഇനി കിതച്ച് നിൽക്കാനൊന്നുമില്ല. ഇനി സ്പ്രിൻ്റ് ഓടുന്നത് പോലെ ഓടിയാൽ ഈ രാജ്യത്തെ ഏത് കുത്തകയെയും വെല്ലുവിളിക്കാൻ കഴിയുന്ന ശക്തിയോടുകൂടി നമ്മുടെയൊക്കെ അഭിമാന സ്തംഭമായി നിലകൊള്ളാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതൊരു അഭിനന്ദന വാചകമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. സാറ്റലൈറ്റ് ചാനലുകളുടെ വിഭാഗത്തിൽ സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായ മികച്ച റിപ്പോർട്ടിന് 24 ന്യൂസ് ചാനലിലെ മുഹമ്മദ് റാഹീസ് അർഹനായി.
റാഹിസിന്റെ അസാന്നിധ്യത്തിൽ 24 ന്യൂസ് പ്രതിനിധി പുരസ്കാരം ഏറ്റുവാങ്ങി. കേബിൾ TV വിഭാഗത്തിൽ മികച്ച ന്യൂസ് സ്റ്റോറിക്കുള്ള പുരസ്കാരത്തിന് പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിലെ സുധാ സുരേന്ദ്രനാണ് അർഹയായത്. പ്രണയം തകർത്ത ജീവിതം എന്ന സ്റ്റോറിക്കാണ് പുരസ്കാരം. കേബിൾ TV വിഭാഗത്തിലെ മികച്ച ക്യാമറ പേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത് ദൃശ്യ TVയിലെ നെൽസൺ മാന്തുരുത്തിയാണ്. വയനാട് വിഷൻ ചാനലിലെ സഞ്ജയ് ശങ്കരനാരായണൻ മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം നേടി. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായ ചടങ്ങിൽ കേരള ഇൻഫോമീഡിയ CEO NE ഹരികുമാർ ജൂറി റിപ്പോർട്ട് അവതരിപ്പിച്ചു. NH അൻവർ ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ട്രസ്റ്റ് സെക്രട്ടറി വിജയകൃഷ്ണൻ K ട്രസ്റ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, ട്രഷറർ ബിനു ശിവദാസ്, കേരള വിഷൻ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് MD K ഗോവിന്ദൻ, അൻവർ ട്രസ്റ്റ് ട്രഷറർ KV രാജൻ എന്നിവർ സംസാരിച്ചു. കേരള വിഷൻ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റായിരുന്ന NH അൻവറിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്തു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പ്രശസ്ത മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാറിന് നൽകി. NH അൻവർ അനുസ്മരണവും സെമിനാറും പരിപാടിയുടെ ഭാഗമായി നടന്നു. ആരാധനായ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട അൻവർക്കയുടെ ഓർമ്മദിനം നമ്മൾ സംഘടനയുടെ പതാക ദിനമായി കൂടി ആചരിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായി നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഇന്ന് ഈ പതാക ഉയർത്തുകയാണ്. COA സിന്ദാബാദ്, COA സിന്ദാബാദ്, മെയ് 7 സിന്ദാബാദ്, NH അൻവർ ദിനം സിന്ദാബാദ്. കുത്തകകൾക്കെതിരായ ജനകീയ പ്രതിരോധത്തിനുള്ള കരുത്തുറ്റ സംഘടനയായി COAയെ വളർത്തുവാൻ അക്ഷീണ പ്രയത്നം നടത്തിയ സാരഥിയായിരുന്നു NH അൻവർ. അദ്ദേഹത്തിൻ്റെ 10ാം ചരമവാർഷികം സംസ്ഥാന വ്യാപകമായാണ് കേബിൾ ദിനമായും പതാക ദിനമായും ആചരിച്ചത്. കൊച്ചി COA ആസ്ഥാനത്ത് നടന്ന അനുസ്മരണത്തിൽ സംസ്ഥാന ഭാരവാഹികൾ പങ്കെടുത്തു. നാളെയിലേക്ക് പ്രതീക്ഷകളോടെയും കരുത്തോടെയും മുന്നേറുവാനുള്ള ഊർജ്ജമാണ് NH അൻവറിൻ്റെ സ്മരണയെന്ന് സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. ഓരോ ഓർമ്മ ദിനവും ഞങ്ങൾക്ക് നാളെയെക്കുറിച്ച് വളരെ പ്രതീക്ഷയോടുകൂടി വെല്ലുവിളികളെ നേരിട്ട് മുന്നോട്ട് പോകാനുള്ള ഊർജം പകരുന്ന ഓർമ്മകളായി ഇന്നും പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രസിഡന്റ് ഞങ്ങളോടൊപ്പമുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അദ്ദേഹം കാണിച്ചു തന്ന വഴിയിലൂടെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ തിളക്കമാർന്ന വിജയത്തിലേക്ക് കേരള വിഷനെ നയിക്കുന്നതിനുള്ള ഉത്തരവാദിത്വവും കടമയുമാണ് ഞങ്ങൾ ഓരോരുത്തർക്കുമുള്ളത്. തീർച്ചയായും ആ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കുന്നതിന് ഈ ഓർമ്മ ദിനവും ഈ പതാക ദിനവും കൂടുതൽ കരുത്തേകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പതാക ഉയർത്തൽ ചടങ്ങിലും അനുസ്മരണത്തിലും COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, ട്രഷറർ ബിനു ശിവദാസ് തുടങ്ങിയവരും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളും പങ്കെടുത്തു. NH അൻവറിൻ്റെ സ്മരണ സംഘടനയെ സംബന്ധിച്ച് ജാഗ്രതയോടെ പ്രവർത്തിക്കുവാനുള്ള കരുത്താണെന്ന് NH അൻവർ ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ് എന്നും കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷനും ഡിജിറ്റൽ കേബിൾ TV രംഗത്തും ബ്രോഡ്ബാൻഡ് രംഗത്തും ഞങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. NH അൻവർ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചരമദിനത്തിൽ മീഡിയ രംഗത്ത് സമഗ്ര സംഭാവന പുരസ്കാരം NH അൻവർ പുരസ്കാരം നൽകുന്നുണ്ട്. അതുപോലെ ചാനൽ രംഗത്ത് മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവരിലെ അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും ഇതൊക്കെ ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് ശ്രീ അൻവർ വഹിച്ച പങ്കും ഇന്ത്യയിലാകം ഈ കമ്പനിക്ക് അദ്ദേഹം ഉണ്ടാക്കി തന്ന വേരോട്ടവും ഒക്കെ അനുസ്മരിക്കുന്നതിനാണ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ജില്ലാ ആസ്ഥാനങ്ങളിലും സ്ഥാപക പ്രസിഡന്റ് NH അൻവറിനെ അനുസ്മരിച്ചു. ജില്ലാ കേന്ദ്രങ്ങളിൽ ഭാരവാഹികളും അംഗങ്ങളും പതാക ഉയർത്തി. എറണാകുളം ജില്ലാ COA ഭവനിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി സുധീഷ് പട്ടണം പതാക ഉയർത്തി. ജില്ലാ ട്രഷറർ KR രാജീവ് അടക്കമുള്ള ഭാരവാഹികൾ പങ്കെടുത്തു. കുമ്പളയിൽ ട്രാഫിക് തീരുമാനങ്ങൾ നടപ്പിലാവുന്നില്ലെന്നാരോപിച്ച് വ്യാപാരികൾ പ്രക്ഷോഭത്തിലേക്ക്. പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികളാണ് യൂത്ത് വിംഗ് ആലോചിക്കുന്നത്.
കുമ്പള ടൗണിൽ നടപ്പിലാക്കിയ ട്രാഫിക് പരിഷ്കരണം ബസ് യാത്രക്കാർക്ക് ദുരിതമാകുന്നത് പരിഗണിച്ച് പഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനം നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധം. മുൻ പഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനപ്രകാരം പേരാൽ കണ്ണൂർ, സീതാങ്കോളി, പെർള, സുള്യ, ബദിയടുക്ക, മുള്ളേരിയ ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ യാത്രക്കാരുടെ സൗകര്യാർത്ഥം കുമ്പളയിലെ പൊളിച്ചുമാറ്റിയ പഴയ ബസ് സ്റ്റാൻഡിൽ 5 മിനിറ്റിനുള്ളിൽ നിർത്തി യാത്രക്കാരെ ഇറക്കാനും കയറ്റാനും നടപടി സ്വീകരിക്കണമെന്ന് ബസ് ജീവനക്കാരോട് ആവശ്യപ്പെട്ടിരുന്നു. നാളിതുവരെയായി ഇത് നടപ്പിലായില്ലെന്നാണ് ആരോപണം. ബസ് ഓണേഴ്സ് അസോസിയേഷനിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതികളിലും ഇത് നടപ്പിലാക്കുന്നതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ് VP അബ്ദുൾ ഖാദർ പഴയ ബസ് സ്റ്റാൻഡിലെത്തി ഇത് സംബന്ധിച്ച് ബസ് ഉടമകൾക്ക് കർശന നിർദ്ദേശവും നൽകിയിരുന്നു. എന്നാൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനം നടപ്പിലാക്കാൻ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാകുന്നില്ലെന്നാരോപിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമ്പള യൂണിറ്റിലെ പോഷക സംഘടനയായ യൂത്ത് വിംഗ് പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികളാണ് യൂത്ത് വിംഗ് ആലോചിക്കുന്നത്. കുമ്പള ബസ് സ്റ്റാൻഡ് ഭരണസമിതിയുള്ള കാര്യത്തിൽ കഴിഞ്ഞ ഭരണസമിതി കുമ്പള കോംപ്ലക്സിൻ്റെ പണി ആരംഭിക്കാൻ ഉദ്ദേശിച്ചതുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി 6 ബസ് സ്റ്റോപ്പുകൾ സ്ഥാപിച്ചു. കോംപ്ലക്സിൻ്റെ വർക്ക് തുടങ്ങാൻ സാധിക്കാത്തൊരവസ്ഥ വന്നു. അത് വീണ്ടും അതിൻ്റെ പണി ഒരു 3-4 മാസത്തിന് ശേഷം തുടങ്ങും. പക്ഷേ കുമ്പളയിൽ വരുന്ന യാത്രക്കാർ ഈ 5 ബസ് സ്റ്റോപ്പിൽ വലിയ പ്രശ്നമൊന്നുമില്ല. 6ാമത്തെ ബസ് സ്റ്റോപ്പ് ഉള്ളത് ബദിയടുക്ക റോഡിൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ അപ്പുറത്താണ്. ഇത് ഇവിടുത്തെ ആളുകൾക്കാണ്. ബസ് സ്റ്റാൻഡുമായി കുമ്പള ടൗണുമായി ഏകദേശം 300 മീറ്ററോളം ദൂരത്താണ് ഈ ബസ് സ്റ്റോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വന്ന് യാത്രക്കാർ സാധനങ്ങൾ കൊണ്ട്, കാരണം വില്ലേജ് ഓഫീസ്, കൃഷി ഓഫീസ്, പോലീസ് സ്റ്റേഷന്, സിവിൽ സപ്ലൈസ് സ്റ്റോർ എല്ലാം ഉള്ളത് ഈ ഭാഗത്താണ്. കുറഞ്ഞത് ഈ വില്ലേജ് ഓഫീസ്, കൃഷി ഓഫീസുകളിലെല്ലാം വന്ന് പോകുമ്പോൾ ഒരു 600 മീറ്ററോളം ദൂരമെത്തും. അതുകൊണ്ട് അവരുടെ നിർബന്ധമായ ആവശ്യമായിരുന്നു പലപ്പോഴും കുമ്പള പഞ്ചായത്ത് ഓഫീസിൽ വന്നുകൊണ്ട് ഈ പരാതി പറയുന്നു, ദിവസം പരാതി പറയുന്നത് ബസ് സ്റ്റോപ്പ് മാറ്റി കിട്ടണം, ആ ബസ് സ്റ്റോപ്പ് മാറ്റി കിട്ടണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ താൽക്കാലികമായിട്ട് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് 6ാം നമ്പർ ബസ് സ്റ്റോപ്പിലുള്ള ബസ്, ഉദാഹരണത്തിന് പേരാൽ, സീതാങ്കോളി, ബദിയടുക്ക, മുള്ളേരിയ, പെർള പോലെ ബസ്സുകൾ ഈ ബസ് സ്റ്റോപ്പ് ഈ പഴയ ബസ് സ്റ്റാൻഡിൽ കയറി ഇറങ്ങണമെന്നുള്ള തീരുമാനം എടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അറിയിക്കുകയും ചെയ്തു. വീണ്ടും അവർ വെച്ച് ബസ് തൊഴിലാളികൾ വെച്ച് മീറ്റിംഗ്, പോലീസ് സ്റ്റേഷൻ മീറ്റിംഗ്. അതിനുശേഷം ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി കൂടി ആർട്ടിൻ്റെ പ്രതിനിധിയും പോലീസ് പ്രതിനിധികളിലൊക്കെ പങ്കെടുത്ത് തീരുമാനമെടുത്ത് CIക്ക് അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറയുന്നത് ബസ് തൊഴിലാളികൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അത് ട്രാഫിക് ജാമോ, അങ്ങനെ ഒരു ട്രാഫിക് ജാമിൻ്റെ പ്രശ്നം അവിടെ ഒതുക്കുന്നില്ല. അങ്ങനെ അവരോട് പറഞ്ഞ് 10 ദിവസം നിങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ബസ് സ്റ്റോപ്പ് ഒന്ന് ഉപയോഗിച്ച് നോക്കുന്നു. അതിനും അവർ സമ്മതിച്ചില്ല. അങ്ങനെ വീണ്ടും CI യോഗം വിളിച്ചുകൊണ്ട് ഇതുവരെ അവർ സമ്മതിച്ചില്ല. CI പറഞ്ഞ് ഞാൻ കലക്ടർക്കും SP അങ്ങനെ ഓർഡർ വരുന്നുണ്ട്, കലക്ടർക്ക് അറിയിക്കാൻ പറ്റും. അതിനെ കലക്ടർ കയ്യിൽ അറിയിച്ചില്ലെങ്കിൽ അതിനൊരു തീരുമാനം എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ബസ് സ്റ്റോപ്പിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും ഉദ്ദേശമുള്ളത്. അല്ലെങ്കിൽ വ്യാപാരികൾക്ക് വേണ്ടിയിട്ടോ വേറെ ആർക്ക് വേണ്ടിയിട്ടോ അല്ല, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രശ്നം. അത് തീർച്ചയായും നടപ്പാക്കുന്നതിനാണ് ഭരണസമിതിയുടെ ഐക്യമുള്ള തീരുമാനം. ന്യൂസ് ബ്യൂറോ, കുമ്പള. ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പാചക വിലവർദ്ധനവിനെതിരെ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ധർണ നടത്തി. ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത സമരപരിപാടിയുടെ ഭാഗമായാണ് ധർണ നടത്തിയത്. സിലിണ്ടറിന് തോന്നും പോലെ വില കൂട്ടി ഇല്ലാതാക്കാൻ നോക്കുന്നവരെ നിങ്ങൾക്കെതിരാണ് ഈ സമരം. പിൻവലിക്കൂ, പിൻവലിക്കൂ. ഗ്യാസ് വിലവർദ്ധന പിൻവലിക്കൂ. ഗ്യാസ് വിലവർദ്ധന പിൻവലിക്കൂ. സിന്ദാബാദ്, സിന്ദാബാദ്. സംസ്ഥാന കമ്മിറ്റി അംഗം P. ജോയ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായ സമിതിയുടെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും പ്രിയപ്പെട്ട മെമ്പർമാരെ, പ്രിയപ്പെട്ട തൊഴിലാളികളെ, നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, ഓൾ കേരള കേറ്റേഴ്സ് അസോസിയേഷൻ
ഭക്ഷ്യ ഉൽപാദന വിതരണ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയായ ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലും കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിന് മുന്നിൽ പാചകവാതകത്തിന്റെ വില വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതുപോലുള്ള പ്രതീകാത്മകമായ ധരണ സമരങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിന് മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സംസ്ഥാനത്തുടനീളം മെയ് 8 കരിദിനമായി ആചരിക്കുകയാണ്. ഭക്ഷ്യ മേഖലയിലെ നിറസാന്നിധ്യമായ AKCA എന്ന ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഒറ്റ ദിവസം കൊണ്ട് 1000-ഓളം രൂപ ഒറ്റ ദിവസം കൊണ്ട് പാചകവാതകത്തിന്റെ കൊമേഴ്സ്യൽ ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. ഈ നടപടി ശക്തമായി ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ എതിർക്കുകയാണ്. സാധാരണഗതിയിൽ ബാണം പോലെ കുതിക്കുന്നു വിലക്കയറ്റമെന്ന് ഞങ്ങൾ പറയാറുണ്ട്. എന്നാൽ റോക്കറ്റിന്റെ വേഗത്തിലാണ് വിലക്കയറ്റം, പാചകവാതകത്തിന്റെ വിലക്കയറ്റം കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രതിഷേധാർഹമാണ്. പാചകവാതകം ഉപയോഗിച്ചിട്ടാണ് മിക്ക കാറ്ററിംഗുകാരും വിവിധ സ്ഥലങ്ങളിലും വീടുകളിലും ഓഡിറ്റോറിയങ്ങളിലും മറ്റു സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ബിസിനസ് ചെയ്യുന്നത്, ഭക്ഷണം ഉണ്ടാക്കുന്നത്. വളരെ ഭീകരമായ രീതിയിൽ വിലക്കയറ്റം ഈ മേഖലയെ വല്ലാത്ത രീതിയിൽ ബാധിച്ചിരിക്കുകയാണ്. ജില്ലാ കമ്മിറ്റിയുടെ കേന്ദ്ര നിവേദനം ഉണ്ണിത്താൻ MP-യെ ഏൽപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് രമേശൻ പാവൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം P. മൂസ, KHRA സംസ്ഥാന സെക്രട്ടറി നാരായണ പൂജാരി, ബേക്കേഴ്സ് അസോസിയേഷൻ കമ്മിറ്റി അംഗം ഖലീൽ കുമ്പള, മനോജ് മടിക്കൈ, അഷ്റഫ് MS, കമലഹാസനൻ സൗപർണിക, ബഷീർ BA, ജിബിൻ വെള്ളരിക്കുണ്ട്, നൌഷാദ് ലൈഫ്, കബീർ നൌറ, ആഷി ഹനീഫ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി സാദിഖ് ബെസ്റ്റ് സ്വാഗതവും ജില്ലാ ട്രഷറർ ആൽബിൻ സ്റ്റീഫൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് തീതുപ്പും കാർ, കേസെടുത്ത് പോലീസ്. ഉപ്പളയിൽ ഹോണ്ട കാറിൽ നിന്നുമാണ് അപകടകരമാം വിധം പുറത്തേക്ക് തീയും പുകയും ഉയർന്ന നിലയിൽ ഓടിച്ചതെന്നാണ് കണ്ടെത്തൽ. അമിത ശബ്ദത്തോടെ തീയും പുകയും പുറത്തേക്ക് വരുന്ന കാർ ഓടിക്കുകയും ഇതിന്റെ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട മഞ്ചേശ്വരം പോലീസ് കാർ ഉടമയ്ക്കെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. ഇരുവശത്തും നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കാത്ത ഹോണ്ട കാറിൽ നിന്നുമാണ് പുറത്തേക്ക് തീയും പുകയും ഉയർന്ന നിലയിൽ ഓടിച്ചതെന്നാണ് കണ്ടെത്തൽ. ഉപ്പളയിലാണ് കാർ ഓടിച്ചതെന്നും അപകടമുണ്ടാകാൻ സാധ്യതയുള്ള തരത്തിൽ പെട്രോൾ പമ്പിലും കാർ എത്തിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ദൃശ്യം ഇൻസ്റ്റാഗ്രാം വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു. നിയമവിരുദ്ധമായി മോഡിഫൈ ചെയ്ത് എക്സ്റ്റോസ് സൈലൻസർ ഘടിപ്പിച്ച് അതിൽ നിന്നുമാണ് അമിത ശബ്ദവും പുകയും തീയും പുറത്തേക്ക് വന്നത്. ഇന്ത്യൻ നിയമവ്യവസ്ഥയെയും പോലീസ് സംവിധാനത്തെയും വെല്ലുവിളിച്ചാണ് കൃത്യം ചെയ്തതെന്ന് FIR-ൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ദേശീയപാതയിലെ കാലിക്കടവ് ആണൂരിൽ സ്കൂട്ടറിൽ വാഹനമിടിച്ച് റിട്ടയർഡ് പഞ്ചായത്ത് ജീവനക്കാരൻ മരിച്ചു. ഇടിച്ച വാഹനം കണ്ടെത്താൻ പയ്യന്നൂർ പോലീസ് നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചു വരികയാണ്. ദേശീയപാതയിലെ കാലിക്കടവ് ആണൂരിൽ സ്കൂട്ടറിൽ വാഹനമിടിച്ച റിട്ടയർഡ് പഞ്ചായത്ത് ജീവനക്കാരൻ മരിച്ചു. ഇടിച്ച വാഹനം കണ്ടെത്താൻ പയ്യന്നൂർ പോലീസ് നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചു വരികയാണ്. കാലിക്കടവ് ദേശീയപാതയിൽ ആണൂർ പെട്രോൾ പമ്പിന് സമീപം വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അപകടം നടന്നത്. ഏച്ചിക്കുളങ്ങര ക്ഷേത്ര റോഡിനടുത്തുള്ള സർവീസ് റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് കയറവെയാണ് അപകടം. കൃഷ്ണൻ സഞ്ചരിച്ച സ്കൂട്ടർ ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോയതോടെ പോലീസ് തൊട്ടടുത്ത നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചു വരികയാണ്. അപകടം വരുത്തിയതെന്ന് കരുതി ഒരു ടിപ്പർ ലോറി നാട്ടുകാരുടെ നേതൃത്വത്തിൽ കരിവെള്ളൂരിനടുത്ത് പിടിച്ചിട്ട് പോലീസ് പരിശോധിച്ചു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം PV പ്രസന്നയാണ് ഭാര്യ. കൊടക്കാട് സഹകരണ ബാങ്ക് ബ്രാഞ്ച് മാനേജർ പ്രിയ, പ്രകാശൻ, പ്രിയേഷ് എന്നിവരാണ് മക്കൾ. മൃതദേഹം കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പയ്യന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദേശീയപാതയിലെ ആണൂർ പാലത്തിനും പെട്രോൾ പമ്പിനുമിടയിൽ താൽക്കാലികമായി തുറന്നു നൽകിയ ഭാഗത്ത് സൂചനാ ബോർഡുകളില്ലാത്തതും ഡിവൈഡർ ഇല്ലാത്തതുമാണ് ഇവിടെ വാഹനങ്ങളും കാൽനടയാത്രക്കാരും അപകടത്തിൽപ്പെടാൻ കാരണമാകുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
collection by Shobhika Winter. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയാ. പൊന്നിന്മേക്കുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. ഇന്റീരിയറുകളുടെ വിസ്മയം, ഗ്ലാസ് വർക്കുകളുടെ ചടുലത ആരെയും ചുവട് വയ്പ്പിക്കും. ഈ കിച്ചൺ ക്യാബിനറ്റുകൾ കുക്കിംഗ് ഒരനുഭവമാക്കും. ദ ഹാപ്പിയസ്റ്റ് ഫാമിലി. ബെഡ്റൂം ഇന്റീരിയർ, വാതിലുകൾ സുന്ദരമായ സ്വകാര്യതയാണ്. ഇതെല്ലാമാണ് വീടെന്ന സ്വപ്നം. ന്യൂ ഇന്ത്യൻ ഗ്ലാസ് ഏജൻസി. Glass, plywood, kitchen cabinet, wide range of interior products. The biggest interior accessory showroom at North Malabar. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. അന്തർ സംസ്ഥാന വനിതാ ഫുട്ബോൾ ടൂർണമെന്റിന് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ തുടക്കമായി. തൃക്കരിപ്പൂർ ഡ്രീംസ് ഗേൾസ് ഫുട്ബോൾ അക്കാദമിയുടെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി 5 ദിവസം നീളുന്ന ടൂർണമെന്റ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഉദ്ഘാടനം ചെയ്തു. 70,000 രൂപ പ്രൈസ് മണിക്കായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പെൺകുട്ടികളുടെ 16 ടീമുകളെ പങ്കെടുപ്പിച്ച് നടക്കുന്ന സീനിയർ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടന മത്സരത്തിൽ കോഴിക്കോട് ന്യൂ സെറ്റിലേഴ്സ് ഫുട്ബോൾ സ്കൂൾ ടീം ആതിഥേയരായ ഡ്രീംസ് ഫുട്ബോൾ അക്കാദമിയെ പരാജയപ്പെടുത്തി. സീനിയർ വിഭാഗത്തിലും 16 വയസ്സിന് താഴെയുള്ളവരുടെയും 12 വയസ്സിൽ താഴെയുള്ളവരുടെയും വിഭാഗങ്ങളിലുമാണ് മത്സരങ്ങൾ നടക്കുന്നത്. തൃക്കരിപ്പൂർ മിനി സ്റ്റേഡിയത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. വളരെ ഏറെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ഫുട്ബോളുമായി നമ്മുടെ പെൺകുട്ടികൾ രംഗത്ത് വന്നതിൽ. നമുക്കറിയാം, ഇന്ന് നമ്മളെല്ലാവരും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലും മറ്റു പല മേഖലകളിലുമാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള വിവിധ കലാപരിപാടികൾ വളരെയേറെ ഉപകാരപ്രദമാകുന്ന വിധത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി വളരെയേറെ സന്തോഷത്തോടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. സംഘാടക സമിതി ചെയർമാൻ CH അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, ഗ്രാമപഞ്ചായത്ത് അംഗം ഫായിസ് ബീരിച്ചേരി, സംഘാടക സമിതി ജനറൽ കൺവീനർ രാജേഷ് മാപ്പിടിച്ചേരി, തൃക്കരിപ്പൂർ ഗവൺമെന്റ് VHS മുഖ്യാധ്യാപിക EK ബൈജ, ഷേർലി തമ്പാൻ എന്നിവർ സംസാരിച്ചു. ടൂർണമെന്റിന്റെ സമാപന ദിവസമായ മെയ് 10 വൈകുന്നേരം 3:30 എല്ലാ വിഭാഗങ്ങളിലെയും ഫൈനൽ മത്സരങ്ങൾ നടക്കും. സമാപന ചടങ്ങിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ വനിതാ സീനിയർ ടീം സഹപരിശീലകയും സെലക്ടറുമായ മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോളർ ഡോക്ടർ PV പ്രിയ മുഖ്യാതിഥിയായിരിക്കും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വേലാശ്വരം ഫൈൻ ആർട്സ് സൊസൈറ്റി ഉദ്ഘാടനം മെയ് 10 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ഒരു നാടിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. വേലാശ്വരം ഫൈൻ ആർട്സ് സൊസൈറ്റി ഉദ്ഘാടനം മെയ് 10 നടക്കും. നാടകം, നൃത്തം, സംഗീതം, ചിത്രകല തുടങ്ങിയ കലകളെ പ്രോത്സാഹിപ്പിച്ച് നാട്ടുകാർക്ക് ആസ്വാദകരമായ കലാവിരുന്ന് ഒരുക്കുവാനും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രദേശത്തെ കലാകാരന്മാർക്ക് അർഹിക്കുന്ന പരിഗണന നൽകുന്നതിനും വേലാശ്വരം കേന്ദ്രമാക്കി വേലാശ്വരം ഫൈൻ ആർട്സ് സൊസൈറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. വേലാശ്വരം GUP സ്കൂളിൽ വൈകിട്ട് 6:30 കേരള ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ KV കുഞ്ഞിരാമൻ ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. വേലാശ്വരം കേന്ദ്രമാക്കി രാമേശ്വരം, രാമഗിരി, പാണത്തോട്, തട്ടമ്പൽ, പുല്ലൂർ, മധുരക്കാട്, വാണിയമ്പാറ തുടങ്ങി നിരവധി പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന കലാരംഗത്ത് നിരവധി പ്രതിഭകളെ സംഭാവന ചെയ്ത, അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആസ്വാദകർ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ വേലാശ്വരം രാമേശ്വരം എന്ന് പറയുന്ന പ്രദേശം. ഭഗവാൻ താൽമാറുന്നു എന്ന നാടകം 10-35 വർഷങ്ങൾക്ക് മുമ്പ് കണിയാപുരം രാമചന്ദ്രൻ രചിച്ച് KPSC അഭിനയിച്ചിട്ടുള്ള KPSC നാടക സംഘം അഭിനയിച്ചിട്ടുള്ള നാടകമാണ് ഭഗവാൻ താൽമാറുന്നു നാടകം. നാടകനടി അമ്മിണി ചന്ദ്രാലയം ലോഗോ പ്രകാശനം നിർവഹിക്കും. ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് KV സുകുമാരൻ അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ K സബീഷ്, അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി, പുലൂർപെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സബിത, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK മഞ്ജിഷ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K ബിന്ദു, P കൃഷ്ണൻ കൊടാട്ട്, KV കൃഷ്ണൻ രാവണേശ്വരം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ A തമ്പാൻ, A കൃഷ്ണൻ, ദീപ പ്രവീൺ, VK നളിനി, വേലാശ്വരം GUP സ്കൂൾ ഹെഡ് മാസ്റ്റർ വിഷ്ണു നമ്പൂതിരി, കാഞ്ഞങ്ങാട് ആർട്ട് ഫോറം പ്രസിഡന്റ് സുരേഷ് മോഹൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിക്കും. നമസ്കാരം. ഫൈനാൻസ് സൊസൈറ്റിയിലെ പ്രവർത്തനങ്ങളെ പറ്റി തന്നെ വളരെ വിശദമായ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞു. ഏതായാലും നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ സംഘാടകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതേ നാട്ടുകാർ ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോൾ അത് വിജയകരമായി പൂർത്തീകരിക്കണമെങ്കിൽ മീഡിയയുടെ പരിപൂർണ്ണ പിന്തുണ ഉണ്ടാവണം. നമ്മൾ ഏതൊരു പരിപാടി സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അത് കാണുന്നതിനപ്പുറം ചാനലിലൂടെയാണ് കൂടുതൽ ആൾക്കാർ അറിയുകയും അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുകയും ചെയ്തു. അതുകൊണ്ട് മീഡിയയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവണം. അന്നത്തെ ഉദ്ഘാടന ഫംഗ്ഷന് ശേഷം സാന്നിധ്യം കൊണ്ട് ഉണ്ട് നമ്മുടെ സോയ ഉണ്ട്. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ KV സുകുമാരൻ, A പ്രകാശൻ, AK ഗോപാലൻ, അഡ്വക്കേറ്റ് ഗിരീഷ് കുമാർ, P വിനോദ്, V ബാബു, KV കുമാരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാമനഗരം ശ്രീരാമക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. ഭക്തിയുടെ നിറവിൽ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. രാമനഗരം ശ്രീരാമക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഭക്തിയുടെ നിറവിൽ നടന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടി കലവറ നിറയ്ക്കൽ ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. നിരവധി ഭക്തജനങ്ങളാണ് കലവറ ഘോഷയാത്രയിൽ പങ്കെടുത്തത്. പ്രതിഷ്ഠാദിന മഹോത്സവം രാവിലെ 5 മണിക്ക് നട തുറക്കൽ, അഭിഷേകം, ഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം, 10 സർവേശ്വര വിളക്ക് പൂജ, 11 ഉച്ചപൂജ, തുടർന്ന് അന്നപ്രസാദ വിതരണം, വൈകിട്ട് ദീപാരാധന, ഹവിസ് പൂജ, ശ്രീഭൂതബലി, നൃത്തോത്സവം, അത്താഴപൂജ, പ്രസാദ വിതരണം എന്നിവ നടക്കും.
ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അതിർത്തി രക്ഷാസേനയിൽ 38 വർഷത്തെ രാജ്യ സേവനത്തിന് ശേഷം വിരമിച്ച് ജന്മനാട്ടിൽ തിരിച്ചെത്തിയ ASI ചന്ദ്രൻ എമ്മിന് സ്വീകരണം നൽകി. BSF എക്സ് സർവീസ് മെൻ വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. അതിർത്തി രക്ഷാസേനയിൽ 38 വർഷത്തെ രാജ്യ സേവനത്തിന് ശേഷം വിരമിച്ച് ജന്മനാട്ടിൽ തിരിച്ചെത്തിയ ASI ചന്ദ്രൻ എമ്മിന് BSF എക്സ് സർവീസ് മെൻ വെൽഫെയർ അസോസിയേഷൻ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിന്റെ ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. ലോകത്തിലെ അതിർത്തി രക്ഷാസേനകളിൽ ഒന്നാമതായ BSFൽ 1988 പ്രവേശനം ചെയ്ത രാജ്യത്തിന്റെ അതിർത്തികളിൽ ഏറ്റവും ദുർഘടമായ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതിർത്തികളിൽ ജോലി ചെയ്ത് 38 വർഷത്തെ സേവനത്തിന് ശേഷം ASI റാങ്കിൽ വിരമിച്ചു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ചന്ദ്രനെ ജില്ലാ പ്രസിഡന്റ് KV മാത്യുവിന്റെ നേതൃത്വത്തിൽ രക്ഷാധികാരികളായ നാരായണൻ പാലാട്ട്, ജെയിംസ് ജോസഫ്, സെക്രട്ടറി ജോൺ KA, മുൻ പ്രസിഡന്റ് മോഹനൻ P, മുൻ സെക്രട്ടറി മധുസൂദനൻ, ട്രഷറർ സുകുമാരൻ, പുരുഷോത്തമൻ, കുമാരൻ പേരിയ തുടങ്ങി ജില്ലയിലെ അസോസിയേഷൻ മെമ്പർമാർ മാലയിട്ട് ബൊക്കെ നൽകി സ്വീകരിച്ച് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി പുലിക്കുന്നുള്ള ഭവനത്തിലെത്തിച്ച അനുമോദന യോഗത്തിൽ KV മാത്യു സംസാരിച്ചു. മറുപടിയായി ചന്ദ്രൻ സ്വീകരണത്തിന് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. സർവീസ് ഓഫീസ് ഞാനും ചെയ്തതൊക്കെ ഒരു 38 വർഷത്തിനാണ് 5-6 വർഷം ചെയ്തിട്ടുണ്ട്. ബാക്കി മൊത്തം ഞാൻ ഫണ്ടിലാണ് ജോലി ചെയ്യുന്നത്. നിങ്ങൾ തന്നെ ആദരിക്കാൻ കഴിഞ്ഞ ഈ മുഹൂർത്തം ഞാനെപ്പോഴും മറക്കില്ല. കുടുംബാംഗങ്ങളോടൊപ്പം ഉച്ചഭക്ഷണം കഴിച്ച ശേഷമാണ് പിരിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അന്താരാഷ്ട്ര നഴ്സസ് വാരാഘോഷത്തിന് തുടക്കമായി. SC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര നഴ്സസ് വാരാഘോഷത്തിന് തുടക്കമായി. SC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ മാത്രമല്ല ലോകത്തെമ്പാടും മലയാളികൾ ഉണ്ട് എന്ന് നമുക്കേറെ അഭിമാനകരമാണ്. അങ്ങനെ ലോകത്തെമ്പാടും മലയാളികൾ എത്തി നിൽക്കുന്ന ഇന്നത്തെ ഈ സന്ദർഭത്തിൽ അവിടെയെല്ലാം മലയാളികളായ നഴ്സുമാരുണ്ട് എന്നതാണ് ഏറെ പ്രത്യേകത. ലോകമെമ്പാടും മലയാളികളുണ്ട്. ആ മലയാളികളിൽ ഏറ്റവും കൂടുതൽ നഴ്സുമാർ അതിലെല്ലാം അവരുടെ സാന്നിധ്യമുണ്ട്. ആരോഗ്യ മേഖലകളിൽ നമ്മൾ കൈവരിച്ച നേട്ടം വേറെ വലുതാണ്. അത് ഇന്നോ ഇന്നോ നേടിയ നേട്ടം മാത്രമല്ല, ക്രിസ്ത്യൻ മിഷണറിമാർ നൽകിയ സംഭാവന അതൊരിക്കലും കേരളത്തിൽ മറക്കാൻ കഴിയും. ആരോഗ്യ മേഖലയിൽ അവർ ആരംഭിച്ച പ്രവർത്തനങ്ങൾ അത് പിന്നീട് വന്ന 57 വന്ന സർക്കാർ ഇങ്ങോട്ട് കേരളത്തിന്റെ ആരോഗ്യ മേഖല ഏറെ മെച്ചപ്പെട്ട നിലയിലേക്ക്, ലോകത്തെ മാതൃകയാകുന്ന നിലയിലേക്ക് നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ പങ്ക് വഹിച്ചത് കേരളത്തിലെ ആരോഗ്യ മേഖല പ്രവർത്തകർ തന്നെയാണ്. സിനി ആർട്ടിസ്റ്റ് PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. സ്റ്റെല്ല ജോസഫ് അധ്യക്ഷത വഹിച്ചു. നഗരസഭ ROS സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഹമ്മൂദ് മുറിയനാവി, അബ്ദുൽ ലത്തീഫ് മഠത്തിൽ, രമണി എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. നഴ്സിംഗ് ഓഫീസർ അനീഷ് PV സ്വാഗതം പറഞ്ഞു. നിരവധി ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ പെരിയ പഞ്ചായത്ത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ശുചിത്വ ക്യാമ്പയിൻ 12ാം വാർഡ് ഹരിപുരത്ത് നടത്തി. വാർഡ് മെമ്പർ K ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പുല്ലൂർ പെരിയ പഞ്ചായത്ത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ശുചിത്വ ക്യാമ്പയിൻ 12ാം വാർഡ് ഹരിപുരത്ത് നടത്തി. വാർഡ് മെമ്പർ K ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് അവര് ആ പണിയെടുക്കുന്നത്. അപ്പോൾ അവരെ കൈമേലെ ആ തുച്ഛമായ വേതനത്തിൽ നിന്ന് പൈസ അങ്ങോട്ട് പിടിക്കുന്ന പറയുമ്പോൾ അതൊരു വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മളിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. CDS മെമ്പർ ഷൈനി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആശാ വർക്കർ ബിന്ദു സ്വാഗതം പറഞ്ഞു.
മുൻ മെമ്പർ MV നാരായണൻ, ഗംഗാധരൻ മാസ്റ്റർ, ADS പ്രസിഡന്റ് ഇന്ദു ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. ഹരിതസേന പ്രവർത്തകർ ശ്രീജ, കസ്തൂരി, മേറ്റ്മാർ എന്നിവർ നേതൃത്വം നൽകി. തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട് എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫെസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. ചിന്ത പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച എഴുത്തുകാരി സീതാദേവി കരിയാട്ടിന്റെ ബാംസുരി എന്ന നോവൽ ചർച്ച ചെയ്തു. കാഞ്ഞങ്ങാട് ദേശാഭിമാനി ബുക്ക് ഹൗസിൽ നടന്ന ചർച്ച പ്രശസ്ത എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ചിന്ത പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച എഴുത്തുകാരി സീതാദേവി കരിയാട്ടിന്റെ ബാംസുരി എന്ന നോവൽ ചർച്ച ചെയ്തു. കാഞ്ഞങ്ങാട് ദേശാഭിമാനി ബുക്ക് ഹൗസിൽ നടന്ന ചർച്ച പ്രശസ്ത എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. സാധാരണ സാഹിത്യ മത്സരങ്ങളിൽ നമ്മളൊക്കെ ചെയ്യുന്നത് ഒരു 100 കഥ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് വായന തുടരണോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകും. തുടരണമെന്ന് തോന്നുന്ന 10-25 കഥകൾ നമ്മൾ മാറ്റും. പിന്നെ എനിക്ക് സൂക്ഷ്മമായ പരിശോധന ഉണ്ടാകും. അപ്പോൾ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ നോവൽ എങ്ങോട്ടാണ്, ഏത് വിധത്തിലാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നാണ്. നോവൽ വായിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ വിശദമായിട്ട് പറയാം. എന്തായാലും രാജേഷ് അത് വിശദമായിട്ട് പറയൂ. വൈകാതെ തന്നെ നോവൽ വായിക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രത്യാശ ഉണ്ട്. അതോടൊപ്പം 1-2 കാര്യങ്ങൾ ആമുഖത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. കോവിഡ് കാലത്താണ് ഈ നോവൽ എഴുതാൻ തുടങ്ങിയത് എന്നൊരു പ്രസ്താവം പ്രത്യേകമായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. കോവിഡ് കാലത്തിൻ്റെ കോവിഡ് എന്നുള്ളത് നമ്മൾ ഭയത്തോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വലിയ അനിഷ്ടങ്ങളില്ലാതെ, ദുരന്തങ്ങളില്ലാതെ കടന്നുപോയെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. MK ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. രാജേഷ് കരിപ്പാൽ വിഷയാവതരണം നടത്തി. നാലപ്പാടം പത്മനാഭൻ, ഡോക്ടർ KV സജീവൻ, ഡോക്ടർ NP വിജയൻ, PK ശ്രീവത്സൻ, മൃദുലാബായി മണ്ണൂർ, C അംബുരാജ് എന്നിവർ സംസാരിച്ചു. C രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വടക്കേ ശബരിമല എന്ന പേരിൽ പ്രസിദ്ധമായ കുമ്പടാജി ഉബ്രങ്കള മഹാദേവ പാർവതി ശാസ്താര ക്ഷേത്രത്തിൽ പിത്തള പൊതിഞ്ഞ 18 പടികളുടെ സമർപ്പണവും ദിവ്യ മഹോത്സവവും 11 നടക്കും. വൈകിട്ട് 4 മണിക്ക് 101 ചെണ്ടകളുടെ അകമ്പടിയോടെയാണ് ചടങ്ങ് തുടങ്ങുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവത്തിന്റെ തുടർച്ചയായാണ് ഉത്സവം നടക്കുന്നത്. വിധുശേഖര ഭാരതിസ്വാമിയും ഇടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതിസ്വാമിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5-ന് ധാർമ്മിക സഭ, 6:30-ന് ശുഭമുഹൂർത്തത്തിൽ 18 പടികളുടെ ദ്വാരപൂജയും സമർപ്പണവും,
രാത്രി 8-ന് ദിവ്യമഹോത്സവവും പ്രസാദ ഊട്ടും നടക്കും. ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർ ഇവിടെ വന്ന് ദർശനം നടത്തി അനുഗ്രഹം വാങ്ങുന്നത് കാലങ്ങളായുള്ള ആചാരമാണെന്നും ഈ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ പാട്ടുത്സവവും ധൂമാവതി തെയ്യവും കെട്ടിയാടാറുണ്ടെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രാമത്തിന്റെ ഗ്രാമ അമ്പലമായിട്ടാണ് അറിയപ്പെടുന്നത്. 18 പടിയുള്ള ക്ഷേത്രമാണ്. ഇപ്പൊ പിത്തള പൂശിയ 18 പടിയുടെ വർക്കാണ് ഇപ്പൊ നടന്നത്. മെയ് 11-ാം തീയതിക്ക് വൈകുന്നേരം 5 മണിക്ക് അതിന്റെ ലോകാർപ്പണ പരിപാടി, ഇനോഗ്രേഷൻ പരിപാടി നടക്കാൻ പോകുന്നു. ശൃംഗേരി ജഗദ്ഗുരുകള്, അതുപോലെ തന്നെ നമ്മുടെ എടനീര് മഠാധിപതികള്, അതായത് ശബരിമല പന്തള കൊട്ടാരത്തിന്റെ നാരായണവർമ്മ, പിന്നെ വേറെ ഗണ്യർ വന്നിട്ട് പരിപാടി അതിൽ ധാർമ്മിക സഭയിലുണ്ടാവും. അങ്ങനെ അന്നദാനം, അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ഉത്സവം അന്ന് തന്നെ നടക്കും. കിരൺകുമാർ കുണികുളായ, ഹരിനാരായണ ശിരദണ്ക, രാജേഷ് അകൽപ്പാടി, ഗോവിന്ദ് രാജ് മൈൽത്തൊട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നെരോത്ത് ശ്രീ പെരട്ടൂർ കൂലോം ഭഗവതി ക്ഷേത്ര നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. പ്രതിഷ്ഠാ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. നെരോത്ത് ശ്രീ പെരട്ടൂർ കൂലോം ഭഗവതി ക്ഷേത്രം നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി ദേവീ പ്രതിഷ്ഠ നടന്നു. തുടർന്ന് പ്രതിഷ്ഠയും നടന്നു. തുടർന്നുള്ള ദിവസം ചാമുണ്ഡിയമ്മയുടെ പ്രതിഷ്ഠയും ഉപദേവതമാരുടെ പ്രതിഷ്ഠയും നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള വിഷൻ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റ് NH അൻവറിന്റെ സ്മരണയിൽ കേബിൾ ദിനമായും പതാക ദിനമായും ആചരിച്ചു. COA ആസ്ഥാനത്തും ജില്ലാ കേന്ദ്രങ്ങളിലുമായി പതാക ഉയർത്തലും അനുസ്മരണ പ്രഭാഷണങ്ങളും നടന്നു. കേരള വിഷൻ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റായിരുന്ന NH അൻവറിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്തു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ MV നികേഷ് കുമാറിന് നൽകി. കുമ്പളയിൽ ട്രാഫിക് തീരുമാനങ്ങൾ നടപ്പിലാവുന്നില്ലെന്നാരോപിച്ച് വ്യാപാരികൾ പ്രക്ഷോഭത്തിലേക്ക്. പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികളാണ് യൂത്ത് വിംഗ് ആലോചിക്കുന്നത്. ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പാചക വില വർധനവിനെതിരെ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ധർണ നടത്തി. ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത സമരപരിപാടിയുടെ ഭാഗമായാണ് ധർണ സംഘടിപ്പിച്ചത്. മഞ്ചേശ്വരത്ത് തീത്തുപ്പും കാർ കേസെടുത്ത പോലീസ്. ഉപ്പളയിൽ ഹോണ്ട കാറിൽ നിന്നുമാണ് അപകടകരമാം വിധം പുറത്തേക്ക് തീയും പുകയും ഉയർന്ന നിലയിൽ ഓടിച്ചതെന്നാണ് കണ്ടെത്തൽ. ദേശീയപാതയിലെ കാലിക്കടവ് ആണൂരിൽ സ്കൂട്ടറിൽ വാഹനമിടിച്ച് റിട്ടയർഡ് പഞ്ചായത്ത് ജീവനക്കാരൻ മരിച്ചു. ഇടിച്ച വാഹനം കണ്ടെത്താൻ പയ്യന്നൂർ പോലീസ് നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചു വരികയാണ്. അന്തർ സംസ്ഥാന വനിതാ ഫുട്ബോൾ ടൂർണമെന്റിന് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ തുടക്കമായി. തൃക്കരിപ്പൂർ ഡ്രീംസ് ഗേൾസ് ഫുട്ബോൾ അക്കാദമിയുടെ 4ാം വാർഷികത്തിന്റെ ഭാഗമായാണ് 5 ദിവസം നീളുന്ന ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.